യേശുക്രിസ്തുവിൽ ബഹുമാന്യരായ എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി ഞാനിവിടെ അറിയിക്കുന്നു. പതിവിന് വിരോധമായി ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അല്പം നീളം കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അത് ദയവായി നിങ്ങളെല്ലാവരും ക്ഷമിക്കണം എന്ന് പ്രഥമത തന്നെ ഓർപ്പിച്ചുകൊണ്ട് വളരെ ശ്രദ്ധേയമായതും ഈ കാലഘട്ടത്തിന് അനിവാര്യമായതുമായ ഒരു ഉപദേശ വിഷയം ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഇവിടെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ വിഷയം ഇതാണ്: ദൈവസഭയും ശിക്ഷണവും, അതായത് ചർച്ച് ആൻഡ് ഡിസിപ്ലിൻ. ഇതാണ് ഇന്നത്തെ വിഷയം. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവസഭയുടെ ശിക്ഷണ ക്രമങ്ങളെ സംബന്ധിച്ച് ഒരു റൈറ്റപ്പ് ഞാൻ എൻ്റെ ടൈം ലൈനിൽ ഇട്ടിരുന്നു. ആ ടൈം ലൈനിൽ ഞാൻ ഇട്ട് അത് നമ്മുടെ ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ അത് പ്രസിദ്ധപ്പെടുത്തി. എൻ്റെ ടൈം ലൈനിൽ കൂടി അത് ഞാൻ എഴുതി. അപ്പോൾ പല ആളുകൾ എന്നെ പല സ്ഥലത്തു നിന്നും വിളിച്ചു, ദേവദാസനെ ഇത് ഒരു വീഡിയോ ആയി ലഭിച്ചിരുന്നെങ്കിൽ വളരെ പ്രയോജനമായിരുന്നു, മറ്റനേകർക്ക് അത് ഗുണം ചെയ്തേനേയും എന്ന് പറഞ്ഞു. ഞാനത് വീഡിയോ ചെയ്യാൻ മടിച്ചതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ നമുക്ക് ആർക്കും സമയമില്ലാത്ത ആളുകളായതുകൊണ്ട് നീണ്ട വീഡിയോ ചെയ്യരുതെന്ന് പലരും എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ നീണ്ട വീഡിയോകൾ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് പിന്നോക്കം തിരിയാൻ ഒരു നിർബന്ധമുണ്ടായി. എങ്കിലും പല ആളുകളും എന്നെ വിളിച്ചിട്ട് ഈ വിഷയം ഒന്ന് പറയണം, നമ്മുടെ ഇടയിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഓപ്പണായിട്ട് പറയുന്ന ആളുകൾ വളരെ കുറവാണ്, അതുകൊണ്ട് പറയണം എന്ന് ആവശ്യപ്പെട്ടു. ആ നിലയിലാണ് ഞാൻ ഇപ്പോൾ ഇത് വീഡിയോ ചെയ്യാൻ ദൈവസഭയിൽ ആഗ്രഹിക്കുന്നത്. വലിച്ചു നീട്ടാതെ വേഗത്തിൽ ഞാൻ പ്രവേശിക്കട്ടെ. ഒരു രാജ്യം ആണെങ്കിൽ ആ രാജ്യത്തിന് ചില നിയമാവലികളുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെതായ നിയമാവലികളുണ്ട്. ആ നിയമങ്ങൾ ആ രാജ്യത്തിലെ പൗരന്മാരും അവിടെ ചെല്ലുന്ന വിദേശികളായ ആളുകളും ചോദ്യം കൂടാതെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ആ രാജ്യത്തിന്റെ നിയമസംഹിത അനുസരിച്ച് അവർക്ക് എതിരായി തുടർ നടപടികൾ ഉണ്ടാകുകയും ശിക്ഷ ഉറപ്പാക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ ഇന്ത്യയിലെ ശിക്ഷാ നിയമം BNS എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ ആ നിയമാവലികൾ പാലിക്കാൻ ഇവിടുത്തെ പൗരന്മാർ ബാധ്യസ്ഥരാണ്. ഇവിടെ വരുന്ന മറ്റുള്ള രാജ്യങ്ങളിൽ വരുന്ന ആളുകളും ബാധ്യസ്ഥരാണ്. അതിനെ ലംഘിച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ശിക്ഷാ ക്രമങ്ങൾ ഉണ്ടാകുന്നതാണ്. ഒരു വീടായാൽ ആ വീട്ടില് ഒരു ശിക്ഷാക്രമമുണ്ട്. എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നു, അപ്പൻ താൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? ഏത് പിതാവും താൻ സ്നേഹിക്കുന്ന മകനെ ശിക്ഷിക്കുന്നു. അപ്പോൾ ഒരു ഭവനത്തിലെ ശിക്ഷണം അനിവാര്യമാണ്. വളരെ വ്യത്യസ്തമായ തലങ്ങളിൽ മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ശിക്ഷണക്രമങ്ങളെക്കുറിച്ചും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു രാജ്യത്തിന് അതിന്റെ നിയമാവലിയുണ്ട്, ശിക്ഷാക്രമമുണ്ട്. ഒരു വീട്ടില് അതിന്റെ ക്രമീകരണമുണ്ട്, അവിടെ ശിക്ഷണമുണ്ട്. ദൈവസഭയ്ക്കും ചില നിയമാവലികളുണ്ട്, അവിടെയും ശിക്ഷണ രീതികൾ ഉണ്ട്. ദൈവസഭയിൽ ദൈവ സാന്നിധ്യം നമുക്കുണ്ട്. അത് സങ്കീർത്തനങ്ങൾ 89:7 സ്ഥലസഭ ദൈവത്തിന്റെ ആലയമാണെന്ന് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16, 6-ാം അധ്യായത്തിന്റെ 19 ഈ വാക്യങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 93-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിലും യഹോവയുടെ ആലയത്തിന് വിശുദ്ധി എന്നേക്കും ഉചിതമാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നതായി നമ്മൾ വായിക്കുന്നു. ദൈവസഭയുടെ വിശുദ്ധി നിലനിർത്തേണ്ടതിനും കർത്താവിന്റെ മഹത്വത്തിന് യാതൊരു തകരാറും സഭയിൽ ഉണ്ടാകാതിരിക്കേണ്ടതിനും വിശ്വാസികൾ അന്യോന്യം ക്രിസ്തീയമായ ബന്ധം ദൈവസ്നേഹത്തിൽ പുലർത്തി മാന്യമായി വർദ്ധിച്ചു വരേണ്ടതിനും വാസ്തവത്തില് ഈ സഭയുടെ ശിക്ഷണ രീതികൾ വളരെ ആവശ്യമാണ്. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പൗലോസ് തിമോത്തിയോസിനോട് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഞാൻ താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ നീ എങ്ങനെ വർദ്ധിക്കണം എന്ന് അറിയേണ്ടതിന് ഞാനിത് നിനക്ക് എഴുതുന്നു. ഇപ്പൊ തിമോത്തിയോസിന് പൗലോസ് ലേഖനം എഴുതുന്നത് ദൈവസഭയിൽ എങ്ങനെ വർദ്ധിക്കണം എന്നതിലേക്കുള്ള നിർദ്ദേശങ്ങളാണ്. വാസ്തവത്തില് ഇത് ഘട്ടം ഘട്ടമായി ചില പോയിന്റുകളായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഒരു ഭവനത്തിലെന്ന പോലെ ദൈവസഭയിൽ ശിക്ഷണക്രമം ഉണ്ടായിരിക്കേണ്ടതാണ്. ഉൽപ്പത്തി പുസ്തകം 18:19, 1 ശമൂവേൽ 3:13 ഈ വാക്യങ്ങളൊക്കെ വായിക്കണം. നിയമരാഹിത്യം ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി
ദൈവസഭയുടെ വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് സഭയെ ആത്മീയമായി മുന്നോട്ട് നയിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ശിക്ഷണം ദൈവസഭയ്ക്ക് അനിവാര്യമാണ്. ഒരു പിതാവ് എന്ന നിലയിൽ ദൈവം നേരിട്ട് ചില സമയത്ത് ഈ ശിക്ഷ നൽകാറുണ്ട്. ദൈവം ശിക്ഷിക്കുമ്പോൾ യാതൊരു നിലയിലും നാം മുഷിഞ്ഞു പോകരുതെന്ന് വളരെ വ്യക്തമായ താക്കീതും ദൈവം നമുക്ക് നൽകുന്നു. ക്ഷീണിക്കരുത്, മുഷിയരുത്, അത് സഹിക്കണമെന്ന് എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവസഭയുടെ ദൈവികമായ ശിക്ഷാക്രമങ്ങളെ സംബന്ധിച്ച് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അവിടെയാണ് ദ ഡിവൈൻ ഓർഡർ ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻസ് ഇൻ ദ ചർച്ച് വിച്ച് ഈസ് എക്സിക്യൂട്ടഡ് ബൈ ദി ഓൾമൈറ്റി ഗോഡ്. ദൈവം സഭയിൽ ശിക്ഷണങ്ങൾ ഏത് നിലയിലാണ് നടപ്പിലാക്കുന്നത് എന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ സാധാരണയായി ഞായറാഴ്ച ദിവസം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് വേണ്ടിയാണ് സഭ ശിക്ഷ നടത്തുന്നത്. ഇപ്പൊ രാജ്യം അതിന്റെ ഈ നിയമാവലികൾ അനുസരിച്ച് അല്ലെങ്കിൽ ശിക്ഷാ നിയമപ്രകാരം ശിക്ഷ എക്സിക്യൂട്ട് ചെയ്യുന്ന രാജ്യത്തിന് വേണ്ടിയാണ്, കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയാണ്. അതുപോലെ ദൈവസഭ ശിക്ഷണ നടപടികൾ അതിലെ വിശ്വാസികളുടെ മേൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് കർത്താവിന് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവവചനാനുസരണമായും ദൈവഭയത്തിലുമായിരിക്കണം സഭ അതിന്റെ ശിക്ഷണ നടപടികൾ സ്വീകരിക്കേണ്ടത്. സഭയുടെ സാക്ഷ്യത്തിന് ഏതെങ്കിലും മാലിന്യം സംഭവിക്കുമ്പോഴാണ് സഭ ഒരു വിശ്വാസിയുടെ മേൽ, അല്ലെങ്കിൽ ഒരു സുവിശേഷകന്റെ മേൽ, അല്ലെങ്കിൽ ഒരു മൂപ്പന്റെ മേൽ ശിക്ഷണ നടപടികൾ എടുക്കാറുള്ളത്. വീണ്ടും ജനിക്കാത്തവരും വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരുമായിട്ടുള്ള കപടവിശ്വാസികളുമായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരെ പുറന്തള്ളേണ്ടത് വളരെ അനിവാര്യമാണ്. 1 യോഹന്നാൻ 2:19. കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ യഥാസ്ഥാനപ്പെടുത്തി ദൈവത്തിങ്കിലേക്കും സ്ഥലം സഭയിലേക്കും മടക്കിക്കൊണ്ടുവന്ന് അവനെ ദൈവത്തിനും ദൈവസഭയ്ക്കും പ്രയോജനമുള്ളവനാക്കി തീർക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് ഈ ശിക്ഷണ നടപടികൾ സഭയിൽ ചെയ്യേണ്ടത്. അല്ലാതെ വേറെ ഏതെങ്കിലും വ്യക്തിപരമായിരിക്കുന്ന വൈരാഗ്യമോ വ്യക്തി താല്പര്യങ്ങളോ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ആളുകളുടെ അകത്തേക്കുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ടോ യാതൊരു നിലയിലും ആരുടെ മേലും ഒരു ശിക്ഷണ നടപടിയും സ്വീകരിക്കാൻ പാടില്ലാത്തതാകുന്നു. ഇനി ശിക്ഷാ രീതിയെക്കുറിച്ചുള്ള പ്രമാണങ്ങൾ ദൈവവചനം എന്ത് പറയുന്നു എന്ന് നമ്മൾ നോക്കാം. ശിക്ഷാ രീതിയെക്കുറിച്ചുള്ള പ്രമാണങ്ങൾ, ദ ലോസ് ഓഫ് ഡിസിപ്ലിൻ, അതെന്തൊക്കെയാണ് എന്ന് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതില് അതിപ്രധാനമായി 5 കാര്യങ്ങൾ ഈ ബന്ധത്തിൽ ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കാം. വീഡിയോ വളരെ നീണ്ടുപോകാതിരിക്കാൻ അധികം സവിസ്തരമായി ഞാനിത് വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശിക്ഷ നടത്തുന്നത് ഒരാളിന്റെ മാത്രം ചുമതലയല്ല. ഒരു സ്ഥലസഭയിലെ ഒരു മൂപ്പനോ അല്ലെങ്കിൽ ഒരു വിശ്വാസിക്കോ ഒരു സഹോദരനോടോ ഒരു സഹോദരിയോടോ ഏതെങ്കിലും വ്യക്തിപരമായി ഇഷ്ടക്കേടുണ്ടായിട്ട് ആ വ്യക്തിയുടെ താല്പര്യം മാത്രം മുൻനിർത്തിയല്ല ശിക്ഷണങ്ങൾ ഒരാളുടെ മേൽ നടത്തുന്നത്. അത് സഭ ഐക്യമായി ചെയ്യേണ്ടതാണ്. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. ഈ പാപം ചെയ്തതിനോട്, അതായത് പൗലോസ് പറയാണ്, നിങ്ങളോടുകൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മാവും എന്റെ ആത്മാവും ഒത്തുചേർന്നിട്ട്, ആരോട്? കൊരിന്തിൽ സന്നിഹിതനല്ലാത്ത പൗലോസ് വിദൂരതയിലാണ്. പൗലോസിന്റെ ആത്മാവും ക്രിസ്തുവിന്റെ ആത്മാവും കൊരിന്തിലെ വിശ്വാസികളോട് ഒത്തുചേർന്നിട്ട് ആ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് എന്ത് ചെയ്യണം? അവനെ ശിക്ഷ നടപടികൾ സ്വീകരിക്കണം എന്ന് പൗലോസ് നിർദ്ദേശിക്കുകയാണ്. അപ്പൊ ശിക്ഷ നടത്തുന്നത് ഒരിക്കലും ഒരു വ്യക്തിയുടെ മാത്രം ചുമതലയല്ല. 2, ശിക്ഷാ നടപടി സഭയുടെ അകത്തുള്ളവരുടെ മേലാണ് ചെയ്യേണ്ടത്, പുറത്തുള്ളവരല്ല. പുറത്തുള്ളവരെ ദൈവം വിധിക്കുകയില്ലയോ, അകത്തുള്ളവരെ അത്രേ നാം വിധിക്കേണ്ടത് എന്ന് പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ വാസ്തവത്തില് 1 കൊരിന്ത്യർ അത് 5:12-13 വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു, അകത്തുള്ളവരെയാണ് സഭ വിധിക്കേണ്ടത്. 3, ശിക്ഷാ നടപടിക്ക് ഒരു ഉദ്ദേശമുണ്ടായിരിക്കണം, വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ടായിരിക്കണം. സഭയുടെ പൊതുപ്രയോജനത്തിന് വേണ്ടിയായിരിക്കണം സഭ ശിക്ഷണ നടപടികൾ സ്വീകരിക്കേണ്ടത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യഥാസ്ഥാനത്വത്തിലേക്ക് അവനെ മടക്കി വരുത്തുക, അതായത് യഥാസ്ഥാപനം ആ വിശ്വാസിക്ക്, തെറ്റ് ചെയ്ത വിശ്വാസിക്ക് ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ആ ശിക്ഷ നടത്തുന്നത്. 4, ശിക്ഷ നടത്തേണ്ടത് കുറ്റം തെളിയിച്ച ശേഷമായിരിക്കണം. ആരോപണങ്ങൾ ആരെക്കുറിച്ചും ഉണ്ടാകാം, പ്രത്യാരോപണങ്ങളും ഉണ്ടാകാം.
പുറത്തുനിന്നോ അകത്തുനിന്നോ ഉള്ള ശുപാർശകളും ഉണ്ടാകാം. പക്ഷേ ഒരു വ്യക്തി വ്യക്തമായി ദൈവവചനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന കുറ്റം തെളിയിച്ച ശേഷം മാത്രമേ ആ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും നിലയിലുള്ള ശിക്ഷ നടപടികൾ സ്വീകരിക്കാവൂ. സംശയത്തെ അടിസ്ഥാനമാക്കി യാതൊരു ശിക്ഷണവും പാടില്ല. ശിക്ഷ നടത്തേണ്ടത് കുറ്റം തെളിയിച്ച ശേഷമായിരിക്കണം എന്നുള്ളത് റോമാലേഖനം 14-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പൗലോസ് പറയുന്നു. കുഷ്ഠരോഗിയാണെന്ന് സംശയം തോന്നിയാൽ എന്ത് ചെയ്യണം? മഹാപുരോഹിതൻ പരിശോധിച്ച് രോഗലക്ഷണം സ്ഥിരപ്പെടുത്തണം, പാളയത്തിന് പുറത്ത് അടച്ചിടണം. ലേവ്യ പുസ്തകം 13:47 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ ആരെങ്കിലും പുതിയൊരു വാർത്ത കൊണ്ടുവന്നാൽ അത് പരിശോധിച്ച് സൂക്ഷ്മമായി വിലയിരുത്തിയ ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? ഒരു ശിക്ഷ നടപടി ഉണ്ടാവും. ഇന്നയാള് ഇന്ന പോലെയാണ്, അല്ലെ ഇന്നയാളിനെ കുറിച്ച് ഇങ്ങനെ കേട്ടു, അല്ലെ ഇന്നയാള് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും ചില വാർത്തകൾ കൊണ്ടുവന്ന് നമ്മളെ ഏൽപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് ശിക്ഷ നടപടികൾ ഏൽപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ എടുപ്പിക്കാനായിട്ട് ഉത്സാഹിച്ചാൽ അതിന് ഒരിക്കലും സഭ വശംവദരാകരുത്. 5-ാമത്, ശിക്ഷാക്രമം നടത്തുന്നവരുടെ ജീവിതവും നന്നായിരിക്കണം. സഭയിൽ സാധാരണയായി ശിക്ഷ നടപടികൾ നടപ്പിലാക്കുന്നത് സഭയിലെ മൂപ്പന്മാരാണ്. അപ്പോൾ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്ന മൂപ്പന്മാർ എന്ത് ചെയ്യണം? ആരോപണങ്ങൾക്ക് അതീതരായിരിക്കണം. അത് ആയിരിക്കണം. അതായത് ദൈവവചനപ്രകാരം ശിക്ഷണങ്ങൾ നടപടികൾക്ക് വിധേയപ്പെടേണ്ട ആളുകൾ മൂപ്പന്മാരായിരുന്നിട്ട് അവര് ആണ് മറ്റുള്ളവരെ കുറ്റം വിധിച്ച് ശിക്ഷ വിധിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും സ്വീകാര്യമല്ല. വചനപ്രകാരം അത് ശരിയല്ല. സംഖ്യാപുസ്തകം 19:18, അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 5:7 ഇതിനോട് ചേർത്ത് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ ശിക്ഷ നടത്തുന്നത് ഒരാളുടെ മാത്രം ചുമതലയല്ല. 2, ശിക്ഷാ നടപടി സഭയുടെ അകത്തുള്ളവരാണ് സഭ ചെയ്യേണ്ടത്. 3, ശിക്ഷാ നടപടിക്ക് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ടായിരിക്കണം. 4, ശിക്ഷ നടത്തേണ്ടത് കുറ്റം തെളിയിച്ച ശേഷമായിരിക്കണം. 5, ശിക്ഷാക്രമം നടത്തുന്നവരുടെ ജീവിതം ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത വിധം പക്വത ഉള്ളത് ആയിരിക്കണം. ഇനിയും പല വിധത്തിലുള്ള ശിക്ഷാക്രമങ്ങളെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഓടിച്ചാൻ പറയാം. ഏതെല്ലാം ഡിസിപ്ലിൻസ് ആണ് ബൈബിൾ നിഷ്കർഷിക്കുന്നത്? സഭ സ്ഥാപിതമാകുന്നതിന് മുമ്പ് തന്നെ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ സഭയുടെ ശിക്ഷണ നടപടിയെ സംബന്ധിച്ച് കർത്താവ് മുൻപ് കൂട്ടി തന്നെ പറഞ്ഞിരുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത്, നീ വഴിയിൽ വെച്ച് യാഗമർപ്പിക്കാനായിട്ട് പോകുമ്പോൾ, അതായത് ദൈവസ്ഥലിൽ യാഗമർപ്പിക്കാനായിട്ട് പോകുമ്പോൾ വഴിയിൽ വെച്ച് നിന്റെ സഹോദരൻ നിന്നോട് വലുതുമുണ്ട് എന്ന് കണ്ടാൽ എന്ത് ചെയ്യണം? നീ യാഗം അവിടെ വെച്ചിട്ട് പോയി സഹോദരനോട് നിരന്നുകൊള്ളണം. അപ്പോൾ സഹോദരൻ നിന്നോട് നിരന്നാൽ നീ അവനെ നേടി എന്നാ പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയോട് പ്രശ്നമുണ്ട്. ആ പ്രശ്നമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ആളുമായിട്ട് നേരിട്ട് ഈ ആള് സംസാരിക്കണം. 2, അദ്ദേഹം അതിനെ വശപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇദ്ദേഹം സംസാരിച്ചിട്ട് അതിന് വശപ്പെടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? 2 സാക്ഷികളെ, 2 അല്ലെങ്കിൽ 3 സാക്ഷികളെ കൂട്ടിക്കൊണ്ടുവന്ന് നിരപ്പിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഇടർച്ച ഉണ്ടാക്കി ശ്രമിക്കണം. 3, അവിടെയും അദ്ദേഹം പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ പൊതുസഭയെ അറിയിക്കണം. പൊതുസഭയ്ക്കും അദ്ദേഹം വിധേയപ്പെടുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവനെ ചുങ്കക്കാരനെയും പുറജാതിയെയും പോലെ കണക്കാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 സ്റ്റെപ്പുകൾ അനിവാര്യമായും ശിക്ഷ നടപടികൾ ചെയ്യണം. 1-ാമത്, ഒരു സുവിശേഷ വിരോധമായോ, ഒരു മൂപ്പന് വിരോധമായോ, ഒരു വിശ്വാസിക്ക് വിരോധമായോ ഒരു ശിക്ഷണ നടപടിയിലേക്ക് സഭ പ്രവേശിക്കുന്നതിന് മുമ്പ് ആളിനെ വ്യക്തിപരമായി കണ്ട് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. മത്തായി 18:15 മുതൽ 17 വാക്യങ്ങൾ. 2, ആ വ്യക്തിയെ നേരിട്ട് ചെന്ന് കണ്ടിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിനെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അദ്ദേഹം അതിന് വിധേയപ്പെടുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ 2 or 3 സാക്ഷികളെ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ പോവുകയും അദ്ദേഹത്തെ ഈൽഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം. അപ്പോഴും അദ്ദേഹം വിധേയപ്പെടുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് പൊതുസഭയിൽ ഈ കാര്യം അറിയിക്കണം. പൊതുസഭയിൽ ആ കാര്യം അറിയിച്ച ശേഷം പൊതുസഭയ്ക്കും ഈ സഹോദരൻ വിധേയപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഈ സഹോദരി വിധേയപ്പെടുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവനെ എന്ത് ചെയ്യണം? ചുങ്കക്കാരനെയും പുറജാതിയെ പോലെ എണ്ണണം. ഇതാണ് ശിക്ഷണത്തിന്റെ ദൈവികമായ ക്രമം. ഈ ദൈവികമായ ക്രമം പാലിക്കാതെ ഇതിലെ ഏതെങ്കിലും ഒരു ക്രമം മാത്രം സൂക്ഷിക്കുകയും ബാക്കി 2 ചെയ്യാതിരിക്കുകയും ചെയ്താൽ അത് ദൈവഹിതപ്രകാരമുള്ള ശിക്ഷണ നടപടി അല്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അതുപോലെ തന്നെ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളോ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളോ സഭയിൽ കൊണ്ടുവന്ന് അത് സഭയുടെ പ്രശ്നങ്ങളാക്കി അവതരിപ്പിച്ച് അവിടെ വെച്ച് അതിനെ ശിക്ഷ വിധിക്കുന്ന രീതി ദൈവവചനത്തിന്റെ ഉപദേശത്തിന് നേരെ വിപരീതമായ രീതിയാണ്. ഇനി 2, ശിക്ഷ നടത്തുന്നത് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ആർക്ക്? തെറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. 1 Thessalonians 5:14 കർത്താവിൽ തങ്ങൾ
തങ്ങൾക്ക് മീതെയുള്ളവരെ അനുസരിക്കാത്തവരെയാണ് ഇവിടെ ക്രമം കെട്ടവർ എന്ന് പറയുക. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുക. 1 Thessalonians 5 അധ്യായത്തിന്റെ 14 വാക്യം. അവിടെ ഈ വിശ്വാസികൾക്ക് മീതെ ശുശ്രൂഷ ചെയ്യുന്ന ഇടയന്മാരായ ആളുകൾ, സുവിശേഷകന്മാരായ ആളുകൾ, അവരെയും അവരുടെ ഉപദേശങ്ങളെയും അനുസരിക്കാത്ത ആളുകൾ. അവരെ അനുസരിക്കുന്ന പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറയാം. ഇവരെ അനുസരിക്കാൻ തക്കോണം അവർ വചനപ്രകാരം മുമ്പോട്ട് പോകുന്നവരായിരിക്കണം. ദൈവവചനപ്രകാരം ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത നിലയിൽ മാതൃകയോടുകൂടെ ജീവിക്കുകയും സഭ പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിനാൽ ആക്കി വയ്ക്കപ്പെട്ട ആളുകളായിരിക്കണം. അല്ലാതെ ആരും തന്നെ എന്ത് ചെയ്യരുത്, ഇത്തരം ശിക്ഷ നടത്താൻ തയ്യാറാവരുത്. ഒരു മൂപ്പൻ തെറ്റിയതാൽ, ഒരു മൂപ്പൻ അല്ലെങ്കിൽ ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ ഒരു ഡീക്കൻ, ഈ 3 പേര്, അവരെ 3 പേരെയും പ്രത്യേകം പറഞ്ഞിട്ടില്ലാത്ത, എന്നാല് മൂപ്പന്മാരെ സംബന്ധിച്ച് പറയുന്ന യോഗ്യതയൊക്കെ തന്നെ സുവിശേഷന്മാർക്കുണ്ടായിരിക്കണം. സുവിശേഷകന്മാർക്കും മൂപ്പന്മാർക്കും ഉണ്ടായിരിക്കേണ്ട യോഗ്യത തന്നെ ഈ ഡീക്കൻസ് അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർക്കും ഉണ്ടായിരിക്കണം. ഒരു മൂപ്പന്റെ തെറ്റിന് പരസ്യമായ ശാസ്ത്രം നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തിമോത്തിയോസിന്റെ 1 ലേഖനം 5 അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ. ഗലാത്യർ 2:11 മുതൽ 14 വാക്യങ്ങൾ അവിടെ വായിക്കുന്നു, പാപം ചെയ്തവനെ ശേഷമുള്ളവരുടെയും കൂടെ ഭയത്തിനു വേണ്ടി എല്ലാവരും കേൾക്കെ പരസ്യമായി ശാസിക്കുക. അന്ത്യോക്യയിൽ വെച്ച് പത്രോസിൽ കപടം കാണുകയാൽ ശേഷമുള്ളവരുടെ മുമ്പാകെ പൗലോസ് പത്രോസിനെ പരസ്യമായി ശാസിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. പത്രോസിന്റെ കപടത്താൽ ബർന്നബാസും തെറ്റിപ്പോകാൻ സംഗതി വന്നു എന്നും മറ്റു പലരും തെറ്റിപ്പോകാൻ അത് മുഖാന്തരമായി ഭവിച്ചേക്കാമ എന്ന് പൗലോസിന് മനസ്സിലായെന്നും അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. തെറ്റ് ചെയ്യുന്ന മൂപ്പന്മാർ അല്ലെങ്കിൽ സുവിശേഷകന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ അവരുടെ തെറ്റിന് പരസ്യമായ ശാസ്ത്രം നൽകണം. അത് സഭയ്ക്കകത്തെ പരസ്യത്തെ നാടുനീളം പരസ്യപ്പെടുന്ന കാര്യമല്ല, സഭയ്ക്കകത്തെ കാര്യമാണ്. ഇനിയും 2 കൂട്ടം ആളുകളെ ഒഴിഞ്ഞിരിക്കാനുള്ള ബുദ്ധി ഉപദേശം ദൈവം നൽകിയിട്ടുണ്ട്. 2 Thessalonians 3:6, 11:12 ഈ വാക്യങ്ങളിൽ ക്രമം കെട്ടവരെ ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രമം കെട്ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൈവിക അധികാരത്തോട് മത്സരിക്കുന്നവർ, അതിനെ അനുസരിക്കാത്തവർ, അതിനെ വിധേയപ്പെടാത്തവർ, വിധേയത്വം കാണിക്കാത്തവർ എന്നുള്ള അർത്ഥമാണ്. ഇവിടെ വിധേയത്വം എന്ന് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് സ്വഭാവ സദ്ഗുണങ്ങളോടുകൂടെ ആക്കി വെച്ചിട്ടുള്ളതും മൂപ്പന്മാരെ കുറിച്ച് തിമോത്തിയോസിന്റെ 1 ലേഖനം 3 അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും തീത്തോസിന്റെ ലേഖനം 1 അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും പറയപ്പെട്ടിരിക്കുന്ന ഗുണവിശേഷങ്ങളുള്ള മൂപ്പന്മാരുടെ കാര്യമാണ്, അല്ലാത്തവരുടെ കാര്യമല്ല. ചുമ്മാ ഒരാൾ മൂപ്പനായി എന്ന് പറഞ്ഞ് കയറിയിരിക്കുകയും പിന്നെ അദ്ദേഹത്തെ നിങ്ങളെല്ലാം അനുസരിച്ചോണം, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ സമ്മതിച്ചോണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നിന്റെ പേരെ ആക്ഷൻ എടുക്കും എന്ന് പറയുന്ന ഈ ഉണ്ടല്ലോ ഓലപ്പാമ്പ് കളിയൊന്നും ദൈവസഭയ്ക്ക് ഭൂഷണമല്ല, അത് യോഗ്യവും അല്ല. ക്രമം കെട്ടവരെ എന്ത് ചെയ്യണം? ബുദ്ധി ഉപദേശിക്കണം. 2 സഭയിൽ ഭിന്നതയുണ്ടാക്കുന്നവരെ. റോമാലേഖനം 16:17 ഇതിൽ 1 കൂട്ടർ മടിയന്മാരാ. ക്രമം കെട്ടുന്നത് മടിയന്മാരാണ്. സ്വന്തം കുടുംബത്തിനും അതിന്റെ അഹോവൃത്തിക്ക് വേണ്ടി നോക്കാതെ അലഞ്ഞു തിരിഞ്ഞ പരകാര്യം നോക്കി നടക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെ നമ്മൾ ഒഴിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നവരെ, ഗ്രൂപ്പിസം ഉണ്ടാക്കുന്ന ആളുകളെ സഭ ഒഴിഞ്ഞ് ഇരിക്കേണ്ടത് ആവശ്യമാണ്. ഈ 2 തരക്കാരെയും ഒഴിഞ്ഞിരിക്കാൻ ദൈവത്തിന്റെ വചനം കർക്കശമായി കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രമം കെട്ടവരെ ഒഴിഞ്ഞിരിക്കണം, അതുപോലെ ഭിന്നത ഉണ്ടാക്കുന്നവരെ ഒഴിഞ്ഞിരിക്കണം. സഭയിൽ ശാന്തതയും സൗമ്യതയും ക്രിസ്തുവിന്റെ മനോഭാവത്തുള്ള കമ്പാഷൻ, മനസ്സലിവും കൃപയുമാണ് ആവശ്യം. അതില്ലാത്തവരെ ഒരിക്കലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. മൂപ്പന്മാരെന്ന് പറയുന്ന ആളുകളും കൃപയില്ലാതെ കേവലം റൂള് മാത്രം പറയുന്നവരാണെങ്കിൽ അവരെ ദൈവം ആക്കിയിട്ടില്ലാത്ത മൂപ്പന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയും വക്രബുദ്ധികളെ ഒഴിഞ്ഞിരിക്കാൻ പറയുന്നു. തീത്തോസിന്റെ ലേഖനം 3 അധ്യായത്തിന്റെ 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വക്രബുദ്ധികൾ ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നു? സത്യത്തിന് പകരമായി തങ്ങളുടെ സ്വന്തം ബുദ്ധിക്ക് ഒത്തവണ്ണം ആളുകളെ സ്വാധീനപ്പെടുത്തുകയും ദൈവവചനത്തിന് അവരെ വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്നു. വക്രബുദ്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഥ്യോപദേശത്തിൽ നിന്ന് വിശ്വാസികളെ വഴിതെറ്റിക്കുന്നവർ, ഉപദേശത്തിന് ഒത്ത ജീവിത മാതൃക വേണ്ട എന്ന് പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെ ഒഴിഞ്ഞിരിക്കാൻ ദൈവവചനം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത്, ഒരു സഭാ കൂട്ടായ്മയിൽ നിന്ന് ഒരാളെ ഒഴിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ ഒരാളെ മുടക്കുന്നത്, സഭയുടെ കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് ഒരാളെ മുടക്കുന്നത് അല്ലെങ്കിൽ ഒഴിച്ചു നിർത്തുന്നത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. വെറും നിസ്സാരമായ ഒരു കാര്യമാണ്, കാര്യമല്ല. അതുകൊണ്ട് ആരെയും പെട്ടെന്ന് വളരെ ചടുതിയായി ശിക്ഷ നടപടികൾ സ്വീകരിച്ച് അങ്ങ് പുറത്താക്കുക എന്ന് പറയുന്ന വ്യവസ്ഥിതി ദൈവസഭയ്ക്ക് യോഗ്യമല്ല. 1 Corinthians 5 അധ്യായം 2 യോഹന്നാൻ 10-11 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ
നിഷേധിക്കുന്നവരെ ഒഴിച്ചു നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട ദൈവപുത്രനെന്ന് വിശ്വസിക്കാത്ത ഒരുത്തനോടും ഒരു കൂട്ടായ്മയും പാടില്ല എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് യഹോവ സാക്ഷികളായ ആളുകൾ, ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും നിരാകരിക്കുന്നവർ അവരുടെ കുശലം പറയരുത്, അവർക്ക് അവസരം കൊടുക്കരുത്, അവരുമായി സഹനം കാണിക്കരുത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 2, ഇവിടെ ഈ കൊരിന്തിലെ ദുഷ്ടനെ സംബന്ധിച്ച് അവന്റെ മേൽ സഭയെടുത്ത ഐകണ്ഠേനയുള്ള തീരുമാനവും അവനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും 3 പ്രത്യേക തലങ്ങളിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1, സഭാപരമായി 1 കൊരിന്തി 5:13 കൊരിന്തിയോടുകൂടി ചേർന്ന് പൗലോസിന്റെ ആത്മാവും ക്രിസ്തുവിന്റെ ആത്മാവും ഒത്തുചേർന്നിട്ട് അവന്റെ ജഡസംഹാരത്തിനായി പിശാചിനെ ഏൽപ്പിക്കുന്നു. 2, ആത്മീയപരമായി 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുക. 3, സാമൂഹികമായി 5:11 അങ്ങനെയുള്ളവനോടുകൂടി ഭക്ഷിക്കുക പോലും ചെയ്യുന്നുണ്ട്. അതായത് സഹോദരൻ പേരോട്ട് ഒരുവൻ ദുർനടപ്പുകാരനായി തീർന്നാൽ അങ്ങനെയുള്ളവരോട് ഭക്ഷിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൊരിന്തിലെ വിഷയം എന്ന് പറയുന്നത് ദുർനടപ്പാണ്, അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന ദുർനടപ്പാണ്. അപ്പൊ എങ്കിലും അവനെ പോലും പുറത്താക്കുന്നതിന് വളരെ ഗൗരവതരമായ പ്രവൃത്തിയാകിയാൽ വളരെ ആലോചിച്ചും ദൈവവചനത്തിന്റെ അതിനകത്ത് നിന്ന് മാത്രമേ അത് ചെയ്യാവൂ. വാശി വൈരാഗ്യത്തോടെ, വ്യക്തിവിരോധത്തോടെ, മറ്റേതെങ്കിലും സ്ഥാപിത ലക്ഷ്യത്തോടെ ഒരു സഹോദരന് നിരയും ഒരാക്ഷൻ എടുക്കുകയോ അവനെ ക്രിസ്തീയ കൂട്ടായ്മയിൽ നിന്ന് മുടക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്യുവാൻ ദൈവവചനം നമ്മെ അനുവദിക്കുന്നില്ല. 4-മതായി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സാത്താനെ ഏൽപ്പിക്കുന്ന പ്രവൃത്തിയാണ്. അവിടെ വായിക്കുന്ന സഭാ കൂട്ടായ്മയിൽ നിന്ന് ഒരുവനെ ഒഴിപ്പിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ സാത്താന്റെ അധീനതയിലേക്ക് വിട്ടുകൊടുക്കുക എന്നാണ് അർത്ഥം. ഇവിടെ എന്തിനാ ചെയ്യുന്നത്? കൊരിന്ത്യരുടെ ഇടയിൽ ഈ നിലയിൽ ഒരു ആക്ഷൻ എടുക്കേണ്ട കാരണം ആ സഭയിലെ ദുർനടപ്പാണ്, അയോഗ്യമായ ബന്ധമാണ്. അതായത് ഒരുവൻ തന്റെ അപ്പന്റെ ഭാര്യ, അതായത് സ്റ്റെപ്പ് മദറിനെ ഭാര്യയായി വെച്ചുകൊണ്ടിരിക്കുകയും അപ്പോൾ തന്നെ കൂട്ടായ്മ ബന്ധത്തിൽ തുടരുകയും ചെയ്യുന്നു. ഇത് ജാതികൾ പോലും ഇല്ലാത്ത തിന്മയാണെന്ന് പൗലോസ് എടുത്തു പറയുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവന്റെ മേൽ ആക്ഷൻ എടുക്കണം എന്ന് പൗലോസ് ദൈവാത്മാവിൽ പറഞ്ഞത്. അപ്പൊ അവനെ സാത്താനെ ഏൽപ്പിക്കുന്നു. സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നവൻ, അതായത് കൊരിന്തിലെ ദുഷ്ടനെ സാത്താനെ ഏൽപ്പിച്ചു കൊടുത്താലും ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ഈ ദുർനടപ്പുകാരൻ സാത്താന്റെ വകയല്ല, അവൻ കർത്താവിന്റെ വക തന്നെയാണ്. കാരണം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അവന്റെ ആത്മാവ് ക്രിസ്തുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടുന്നതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം. സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വെളിയിൽ പോവുകയും പൂർവ്വകാലത്ത് തനിക്കുണ്ടായിരുന്ന ആത്മീയ സംസർഗവും അതിന്റെ അനുഗ്രഹങ്ങളും എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അവൻ അതേക്കുറിച്ച് അനുദപിക്കുകയും സാത്താൻ അവനെ ദണ്ഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവൻ എന്ത് ചെയ്യും? യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് അനുദപിച്ച് തന്റെ പാപങ്ങളെക്കുറിച്ച് കുറ്റബോധമുള്ളവനായിട്ട് അവൻ ദൈവസ്ഥനിലേക്ക് മടങ്ങി വരും. അത് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സഭയിൽ നിന്ന് ഈ നിലയിൽ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവർ സാത്താന്റെ വകയല്ല, സാത്താന്റെ സന്തതികളുമല്ല, അവർ ദൈവമക്കൾ തന്നെയാണ്. എന്നാൽ അവര് പിശാചിന്റെ അധീനതയിലേക്ക് അവരെ വിട്ടുകൊടുത്തു കഴിയുമ്പോൾ പിശാച് അവരെ ദണ്ഡിപ്പിക്കുകയും ആ ദണ്ഡനം അവരെ യഥാർത്ഥമായ മാനസാന്തരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയും ചെയ്യും. പൗലൂസ് 2-ാം ലേഖനം എഴുതുമ്പോൾ, ഞാൻ ലേഖനങ്ങളാൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, എന്നാൽ എന്റെ ലേഖനങ്ങൾ അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കിയെന്നറിഞ്ഞ് ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ആ മനുഷ്യൻ മടങ്ങി വന്നുവല്ലോ എന്ന് പൗലൂസ് പറഞ്ഞിട്ടുണ്ട്. സഭയുടെ സാത്താന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതോടുകൂടി അവന്റെ കൂട്ടായ്മ, സാക്ഷ്യം, പ്രതിഫലം എല്ലാം അവന് നഷ്ടമായി തീരുന്നു. വാസ്തവത്തില് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? അത് അവനെ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും പൗലൂസ് പറയുന്നു, എങ്കിലും സഹോദരൻ എന്ന് വെച്ച് അവനോട് പെരുമാറുവിൻ. അവൻ രക്ഷിക്കപ്പെട്ട വീണ്ടും ജന്മം പ്രാപിച്ച ഒരു ദൈവവേദനാണ്. അതുകൊണ്ട് അവനോട് ആ അനുകമ്പ, മനസ്സലിവ്, ദയ, സ്നേഹം, ഇതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് അവനുമായിട്ട് യാതൊരു ബന്ധവും ഇനി ഭൂമിയിൽ പാടില്ല. അവനൊരു നീചനാണ് എന്നുള്ള നിലയിൽ അവനോട് ഏർപ്പെടാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി വചനം പറയുന്നു. ഇനി ശിക്ഷ നടത്തേണ്ടുന്ന വിധം, എങ്ങനെയാണ് ശിക്ഷ നടത്തേണ്ടത്? അതിന്റെ മോഡസ് ഓപ്പറൻഡി വളരെ വ്യക്തമായി പറഞ്ഞു. ഗലാത്യർ 6 സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നോക്കുവിൻ. ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ നോക്കുവിൻ. എന്നിട്ട് പറയുകയാണ്, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അതുകൊണ്ട് ശിക്ഷ എന്ത് ചെയ്യണം? അത് കണ്ണിതവുമായും നിഷ്കർഷമായും ചെയ്യണം. കുറ്റക്കാരൻ ഒരുവന്റെ ചാർച്ചക്കാരനാണ്, ബന്ധുവാണ്. അതായത് ഉപ്പാപ്പനാണ്, ചിറ്റമ്മയാണ്, കൊച്ചമ്മയാണ്, അമ്മാച്ചനാണ്, അനുദ്രവനാണ്, അനുദ്രത്തിയാണ്, അല്ലെങ്കിൽ അളിയനാണ്,
അല്ലെങ്കിൽ പെങ്ങളാണ് എന്നുള്ള പരിഗണന ഒന്നും കൊടുക്കാൻ പാടില്ല. ചാർച്ചക്കാരനായിരുന്നാൽ പോലും ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17, യാക്കോബ് 2:1 നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആളാന്ന് പറഞ്ഞാൽ പോലും കർക്കശമായും ഖണ്ഡിതമായും ആയിരിക്കണം ശിക്ഷ ചെയ്യേണ്ടത്. മുഖപക്ഷം കാണിക്കരുത്, അതില് വ്യക്തി താല്പര്യങ്ങൾ ചെയ്യരുത്. പിന്നെ ഒരു സഹവിശ്വാസിയുടെ തെറ്റുകൾ കൊട്ടിഘോഷിക്കാനും പാടില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഒരു പ്രാദേശിക സഭ ഒരാളുടെ നേരെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തു. ആ ആക്ഷന് ലോകം മുഴുവൻ എന്ത് ചെയ്യരുത്, ഇങ്ങനെ സഭ അവനെ മുടക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ന നിലയിൽ അവനെ അടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പരത്തരുത്. കാരണം ആ പ്രാദേശിക സഭയുടെ അകത്ത് അവർ എടുത്ത ശിക്ഷ നടപടികൾ ആ പ്രാദേശിക സഭയിലെ വിശ്വാസികൾ മാത്രമേ അത് അറിയത്തക്കോണം രഹസ്യമായി അത് സൂക്ഷിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ മാത്രമേ ചെയ്യാവൂ. അതിന്റെ എല്ലാ ആത്യന്തികമായ ലക്ഷ്യം തെറ്റ് ചെയ്ത വ്യക്തി സമ്പൂർണമായ അനുതാപത്തോടെ കർത്താവിനുസരിലേക്ക് മടങ്ങി വരികയും വിശ്വാസികളുമുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യണമെന്നാണ്. അപ്പൊ നമ്മെ പോലെ നമ്മൾ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വിശ്വാസി അവന്റെ ഏത് മനുഷ്യന്റെ ജീവിതത്തിൽ വരാം. അത് ഉപദേശിമാരുടെ ജീവിതത്തിൽ വരാം, മൂപ്പന്മാരുടെ ജീവിതത്തിൽ വരാം, അതുപോലെ തന്നെ വിശ്വാസികളുടെ ജീവിതത്തിലും വരാം. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് വളരെ ശ്രദ്ധിക്കണം. ഇനി വേറെ വിഷയം, ഈ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഒരു സുവിശേഷകന്റെ മേലെ ആയിരിക്കും നിൽക്കട്ടെ. പലപ്പോഴും ഈ നമ്മുടെ സഭകളിൽ ഒരു തെറ്റായ ചിന്താഗതിയുണ്ട്. ആ ചിന്താഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എൽഡേഴ്സ് ആർ എബവ് ദി ഇവാഞ്ചലിസ്റ്റ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. മൂപ്പന്മാർ സുവിശേഷകന് മീതെയുള്ള ആളുകളാണ്. അങ്ങനെയല്ല. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, സഭയ്ക്ക് നൽകപ്പെട്ട 5 ദാനങ്ങൾ അപ്പോസ്റ്റലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടകന്മാർ. അതില് അപ്പോസ്റ്റലന്മാരും പ്രവാചകന്മാരും ഇപ്പോൾ നിലവിലില്ല. അവര് സഭയ്ക്ക് അടിസ്ഥാനമിട്ട് അവർ ശുശ്രൂഷ തികച്ചു അവർ നിത്യതയിലാണ്, വിശ്രാമത്തിലാണ്. ഇപ്പോൾ ഉള്ള 3 ശുശ്രൂഷകൾ, ഒന്ന് സുവിശേഷന്മാർ, മറ്റേത് ഇടയന്മാര്, ഉപദേഷ്ടകന്മാർ. അവര് പരസ്പരം യോജിച്ചും ക്രിസ്തുവേശുള്ള ഐക്യതയിലും പരസ്പര ധാരണയിലും സഭയുടെ പൊതുപ്രയോജനം ലക്ഷ്യമാക്കിയും ആത്മീക വർധന ഉദ്ദേശമാക്കിയും അവര് ഐക്യതയോട് നിന്ന് ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. സുവിശേഷകന് സഭയുടെ പുറത്ത് അധികം ശുശ്രൂഷയുണ്ട്, അകത്തും ചെയ്യാവുന്ന ശുശ്രൂഷകൾ ഉണ്ട്. സഭയുടെ പരിപാലനം എന്ന് പറയുന്നത് മൂപ്പന്മാരാണ് സാധാരണ ചെയ്യുന്നത്. അത് ഇതിനു മുമ്പ് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പരിപാലന വരം കൂടെ നൽകപ്പെട്ട സുവിശേഷന്മാരുണ്ട്, അതില്ലാത്തവരുമുണ്ട്. അതായത് ഇവാഞ്ചലൈസേഷൻ കൃപ മാത്രമുള്ളവരുമുണ്ട്, പരിപാലന വരം ഉള്ളവരും ഉണ്ട്. വരമുള്ളവരെ പരിപാലന ശുശ്രൂഷയിലൂടെ സഭയ്ക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയും. അല്ലാതെ വേറെ ഏതെങ്കിലും 1-2 മൂപ്പന്മാർ ശുപാർശ ചെയ്യുന്നതനുസരിച്ച് സുവിശേഷനെ കൊണ്ടുവന്ന് മൂപ്പനാക്കിയല്ല, അവന്റെ ശുശ്രൂഷയിൽ കൂടി അത് വെളിപ്പെട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു മൂപ്പന്റെ നേരെയോ അല്ലെങ്കിൽ സുവിശേഷകന് നേരെയോ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഏതെങ്കിലുമൊക്കെ തെറ്റുകൾ നേരെ എടുക്കാൻ ഉള്ള താല്പര്യം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്, വളരെ വേഗത്തിൽ ആരുടെയും മേൽ കൈവയ്ക്കരുത്. എന്ന് മാത്രമല്ല, ഒരു മൂപ്പന്റെ തെറ്റിനെ അവനെ ശിക്ഷിക്കുന്നതിന് മുമ്പ് വളരെ വ്യക്തമായി 2 സാക്ഷികളുടെ വാമൊഴി അനിവാര്യമാണെന്ന് പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സുവിശേഷകന്റെ ആയാലും അങ്ങനെ തന്നെയാണ്. അവനൊരു തെറ്റ്, അത് പ്രധാനമായും ഒരു ആളിനെ കൂട്ടായ്മയിൽ നിന്ന് മുടക്കുന്നതിന് അടിസ്ഥാനപരമായി പൊതുവിൽ പറയപ്പെട്ടേക്കുന്ന തെറ്റുകൾ 2-3 വിധമാണ്. ഒന്ന്, അടിസ്ഥാന വേദ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായ നിലയിലുള്ള വിപരീത ഉപദേശങ്ങൾ പഠിപ്പിക്കുകയും വിശ്വാസികളെ വഴിതെറ്റിക്കുകയും ചെയ്യുക. അത് ഗുരുതരമായ ഒരു തെറ്റാണ്. 2, ധാർമ്മിക സാമ്പത്തിക വശങ്ങളിൽ ഗുരുതരമാകുന്ന വീഴ്ച ഉണ്ടാകുക. അപ്പം സാമ്പത്തിക വിഷയങ്ങളിൽ വലിയ ക്രമക്കേടുകൾ ചെയ്യുക, ധാർമ്മിക ജീവിതവശത്ത് തെളിവോടുകൂടിയ ചില വീഴ്ചകൾ ഉണ്ടായിരിക്കുക. അതാണല്ലോ ഈ കൊരിന്തിലെ ദുർനടപ്പുകാരനെ സംബന്ധിച്ച് കണ്ടുപിടിക്കപ്പെട്ടത്. ഈ 2ാമത്തെ വിഷയം. 3ാമത്തെ വിഷയം, സഭയിൽ ഭിന്നത ഉണ്ടാക്കി ഡിവിഷൻ ഉണ്ടാക്കുക, ഫ്രിക്ഷനും ഫാക്ഷനും ഉണ്ടാക്കാനായി ശ്രമിക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സഭ നിശ്ചയമായും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം. ഇനി ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്ന സദാകാലത്തേക്കും അവനെ കൂട്ടായ്മ തള്ളിക്കളയുകയല്ല. അവന്റെ തെറ്റിന്, അവൻ അല്ലെങ്കിൽ അവള്, അല്ലെ ഈ വ്യക്തി, അല്ലെ ഉപദേശി, അല്ലെ മൂപ്പൻ, അവരുടെ തെറ്റിനെക്കുറിച്ച് അനുദപിച്ച് അവർ യഥാസ്ഥാനപ്പെട്ട് വരുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു വ്യക്തി ഒറ്റയ്ക്കല്ല ഈ ശിക്ഷണക്രമം ചെയ്യുന്നത്. സഭയിലെ മൂപ്പന്മാർ എല്ലാവരും, ശുശ്രൂഷകന്മാർ എല്ലാവരും കൂടെ പരസ്പരം ആലോചിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ വളരെ വിനയത്തോടെ തങ്ങളും ശിക്ഷയ്ക്ക് തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുള്ളവരാണ്, അങ്ങനെയുള്ള ശരീരത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള മനോഭാവത്തിൽ കർത്താവിന് വേണ്ടിയാണ് ശിക്ഷണ നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ചെയ്യണം, അങ്ങനെ ശിക്ഷ നടപടികൾ ഒരുവന്റെ മേൽ പ്രയോഗിക്കേണ്ടി വന്നാലും അപ്പോഴും എന്ത് ചെയ്യണം,
അവനെ സഹോദരൻ എന്ന് വെച്ച് അവനോട് കരുണയോടും കൃപയോടും കൂടെ ഏർപ്പെടണമെന്നും ദൈവത്തിന്റെ വചനം പറയുന്നു. ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏത് കാരണം ചൊല്ലിയും ആരും ആരെയും മുടക്കാൻ ശ്രമിക്കരുത്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ സാഹചര്യം അനുസരിച്ച് ഒരു പ്രാദേശിക സഭയിൽ നിന്ന് ഒരാളെ അങ്ങനെ കാരണം കൂടാതെ മുടക്കാനൊന്നും പറ്റുകയില്ല. കാര്യം മുടക്കപ്പെട്ടയാള് ബന്ധപ്പെട്ട അധികാര സ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന്റെ ആരാധന സ്വാതന്ത്ര്യം, അദ്ദേഹത്തിന്റെ ജീവിത സ്വാതന്ത്ര്യം, ഇതിനെ അദ്ദേഹം സാധാരണ നമ്മുടെ ആരും പോകാറില്ല. ചോദ്യം ചെയ്താൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 25A 26B ഇത് പ്രകാരം അതങ്ങനെ എന്ത് വിശ്വസിക്കുന്നു അത് വിശ്വസിക്കാനും ആ വിശ്വാസപ്രകാരം താൻ നിൽക്കുന്ന സ്ഥലസഭയിൽ അദ്ദേഹത്തിന് തുടരാനും അവിടെ ദൈവത്തെ ആരാധിക്കാനും ഒക്കെ സാധിക്കും. പലപ്പോഴും ആളുകൾ സഭകളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ തുടരാത്തതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയങ്ങൾക്ക് ഇടിവും വിടവും ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ പഴയ ഫെലോഷിപ്പ് കിട്ടത്തില്ലല്ലോ എന്നോർത്ത് ഒന്നുകിൽ അവർ ഗൃഹസ്ഥരായി വീട്ടിൽ കഴിയുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഭകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല, വളരെ കൃത്യമായ നിലയിലുള്ള തെറ്റുകൾക്ക് വിധേയപ്പെട്ടുള്ള ആളുകളാണെങ്കിൽ, ആ തെറ്റുകൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിന് സാക്ഷികളായ ആളുകളുടെ വിറ്റ്നസ് ഉണ്ടെങ്കിൽ കർത്താവിന്റെ മനസ്സലിവും അപ്പോൾ തന്നെ ദൈവവചനത്തിന്റെ ശിക്ഷണക്രമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം ഒരു വിശ്വാസിയുടെ മേൽ ഏതെങ്കിലും നിലയിലുള്ള ശിക്ഷ നടപടികൾ സഭ സ്വീകരിക്കുവാൻ. അല്ല എന്ന് വന്നാൽ എന്ത് ചെയ്യും? അല്ലാതെ വ്യക്തി വൈരാഗ്യം കൊണ്ടോ സ്ഥാപിത താല്പര്യം കൊണ്ടോ പുറത്തുനിന്നുള്ള ആരുടെയെങ്കിലും സമ്മർദ്ദങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളുടെ ശുപാർശകൾ കൊണ്ടോ അങ്ങനെ ചെയ്താൽ അത് വചനപ്രകാരം തെറ്റാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന അപരാധമാണ്. അതിന് ദൈവസന്നിധിയും കണക്കൊടുക്കേണ്ടായി വരും. അതായത് നടത്തുന്ന ആളുകളും തങ്ങളുടെ കീഴിലുള്ള വിചാരണയുടെ കീഴിലുള്ള ആളുകളുടെ വിഷയങ്ങളിൽ ദൈവമുമ്പാകെ കണക്ക് കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് ഏതൊരു ശിക്ഷ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പും തികഞ്ഞ ദൈവഭയവും കർത്താവിന്റെ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഉത്തമമായ ബോധ്യവും തെറ്റായ നിലയിലാണ് ഒരു ജഡ്ജ്മെന്റ് തയ്യാറാക്കുന്നത്, അതിന്റെ ശിക്ഷ നിശ്ചയമായും ദൈവസ്ഥനിൽ നിന്നുണ്ടാകും എന്നുള്ള ഭയവും ഹൃദയത്തിൽ സൂക്ഷിച്ചു വേണം ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടുവാൻ എന്നാണ് പുതിയ നിയമത്തിന്റെ ശിക്ഷണ നടപടികളെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ രേഖപ്പെട്ടിരിക്കുന്ന ഉപദേശ സത്യങ്ങൾ കൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിട്ടുള്ളത്. ഇത് വീഡിയോ ആയി ചെയ്യണമെന്ന് പല ആളുകൾ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ പൊതുപ്രയോജനത്തിനായിട്ട് ഇത് ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും റിമാർക്ക് ഉണ്ടാകുന്ന പക്ഷം നിങ്ങൾക്ക് എന്നെ ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ എന്നെ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ കറക്റ്റ് ചെയ്യേണ്ട ഭാഗം അതിനകത്തുണ്ടെങ്കിൽ അത് ഞാൻ കറക്റ്റ് ചെയ്യാം. ഈ കാര്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ദൈവ നാമം മഹത്വപ്പെടുമാറാകട്ടെ.